വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. ഓം ഗം ഗണപതയേ നമ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നിലവിളക്ക് കത്തിക്കുമ്പോൾ ഈ നിലവിളക്കിൻ്റെ നാളത്തിൽ നിന്ന് നമുക്ക് നമ്മളുടേതായ ഐശ്വര്യങ്ങളും ആ സമയത്ത് നമ്മുടെ ഗ്രഹത്തിൽ ഏത് തരം എനർജിയാണ് എന്നാണ് നമുക്ക് ഈ നിലവിളക്ക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൂചന എന്താണ്, അതിൻ്റെ ലക്ഷണം എന്താണ് എന്നൊന്ന് നോക്കാം. നിങ്ങൾ ഒരു തിരിയോ രണ്ട് തിരിയോ 5 തിരിയോ എത്ര എണ്ണമാണെങ്കിലും അതിൽ ഏറ്റവും അഭികാമ്യം 5 തിരിയാണ്. ദക്ഷിണ ദിക്കൊഴികെ ബാക്കി 5 ദിക്കിലേക്കും ദക്ഷിണക്ക് കൃത്യമായിട്ട് ദക്ഷിണ ദിക്കിലേക്ക് ഇടരുത്, ബാക്കിയുള്ള എല്ലാ ദിക്കിലേക്കും ഇട്ട് ഈശാനത്തിലേക്ക് വിട്ട് 5 തിരിയിട്ട് നിലവിളക്ക് കത്തിക്കുമ്പോൾ അതിനകത്ത് എണ്ണ വളരെ പ്രധാനമാണ്. വിളക്കെണ്ണ എന്ന് പറയുന്ന സാധനം എടുക്കരുത് ഒരിക്കലും. വിളക്കെണ്ണ ഒരിക്കലും നല്ല എണ്ണയല്ല. ഏറ്റവും നല്ലത് ഒന്നല്ലെങ്കിൽ എള്ളെണ്ണയാണ്, അതിനുശേഷം നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. വേറെ എണ്ണകളിലേക്ക് നമ്മൾ നോക്കരുത്. കത്തിക്കുന്ന ആളുടെ ഏത് ദിക്കിലേക്കാണെങ്കിലും ഏറ്റവും നല്ലത് കിഴക്ക് ദിക്കിലേക്ക് തിരിഞ്ഞ് നിന്ന് കത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. തിരി കത്തിക്കുമ്പോൾ ആദ്യം കിഴക്ക് ദിക്കിലെ തിരി കത്തിച്ച് കഴിയുമ്പോൾ ആ തിരിയിൽ സസൂക്ഷ്മം ദർശിക്കുക. അതിൻ്റെ കളറ് നോക്കുക. കളറ് നല്ല സ്വർണ്ണ നിറത്തിലാണ് കത്തുന്നതെങ്കിൽ നല്ല ലക്ഷണമാണ്. അതേപോലെ തന്നെ അത് പൊങ്ങിച്ചാടാതെ ക്രമമായി കത്തി മുകളിലേക്ക് കയറുന്നുവെങ്കിൽ അത് വളരെ നല്ല ലക്ഷണമാണ്. അതേപോലെ തന്നെ ആടി കത്താതിരിക്കുന്ന നല്ല സ്ട്രൈറ്റായിട്ട് ഭംഗിയോടുകൂടി കത്തുന്നുവെങ്കിൽ അത് നല്ല ലക്ഷണമാണ്. പൊട്ടിത്തെറിക്കുക എന്നുണ്ടെങ്കിൽ അത് നല്ല ലക്ഷണമല്ല. അതേപോലെ തന്നെ പുകയുടെ കരി കൂടുതലായിട്ട് ഈ നാളത്തിൽ നിന്ന് പൊങ്ങുന്നുവെങ്കിൽ അത് മോശം ലക്ഷണമായിട്ടാണ് കരുതേണ്ടത്. ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു രൂപരേഖ, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ കത്തിച്ചിരിക്കുന്ന നിലവിളക്കിൻ്റെ നാളത്തിൽ ദൈവീക സാന്നിധ്യം എങ്ങനെയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും. അതേപോലെ തന്നെ നല്ലപോലെ നിലവിളക്ക് വൃത്തിയാക്കിയതിന് ശേഷം വേണം തിരി കത്തിക്കാൻ. വെളുത്ത തിരിയാണ് ഇടേണ്ടത്. കറുത്ത നിറത്തിലുള്ളതോ ചുവന്ന നിറത്തിലുള്ളതോ മഞ്ഞ നിറത്തിലുള്ളതോ ഒന്നും സാധാരണ നമ്മുടെ വീടുകളിൽ കത്തിക്കാനുള്ള കളറുകളല്ല. വെള്ള കളറാണ് അതിന് കത്തിക്കേണ്ടത്. ഇതെല്ലാം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഐശ്വര്യപൂർണമായ രീതിയിൽ നിലവിളക്ക് എങ്ങനെ ആണ് തെളിയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ലക്ഷണങ്ങളെന്ന് നോക്കി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഗം ഗണപതേ നമഃ.